കാസർഗോഡ് വിഷന് ഇനി പുതിയ ലോഗോ. CH കുഞ്ഞമ്പു MLA ലോഗോ പ്രകാശനം നിർവഹിച്ചു. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. കാസർഗോഡ് വിഷൻ ചാനലിന്റെ പുതിയ ലോഗോ പ്രകാശനം പാലക്കുന്ന് ബേക്കൽ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. CH കുഞ്ഞമ്പു MLA പ്രകാശനം നിർവഹിച്ചു. മാറുന്ന ലോകത്ത് മാറ്റം അനിവാര്യമാണെന്ന് CH കുഞ്ഞമ്പു MLA പറഞ്ഞു. തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ നാളിതുവരെ കേരള വിഷൻ പേരുദോഷമുണ്ടാക്കാത്ത പ്രസ്ഥാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനുവരി മാസം 11-ാം തീയതി ഞാൻ ഒരു വർഷം മുമ്പ് തറക്കല്ലിട്ട് ആരംഭിച്ച നമ്മുടെ കെട്ടിടം അത് പൂർത്തിയായി 11-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. ഒരു മാസം മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഭയങ്കര തിരക്കിനിടയിലും ഷുക്കൂറിൻ്റെ സത്ത് വന്നു. എങ്ങനെയെങ്കിലും ഒരു മന്ത്രിയാണ് സൃഷ്ടിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞാൽ നോക്കാം, എല്ലാവരും അവരുടെ മണ്ഡലത്തിലല്ലേ. പക്ഷേ നമുക്ക് ഇന്നലെ അതൊരു വിടാതെത്തിയത് ഈ ആഴ്ച ആരെയും കിട്ടുന്നില്ല. ശ്രമം തുടരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരാളെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. സന്തോഷം കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. അതൊരു ചുരുങ്ങിപ്പോയി. അങ്ങനത്തെ വലിയ മുദ്ര മുടക്കി ഒരു കെട്ടിടം ഉണ്ടാക്കി അതിനൊരു ഉദ്ഘാടനത്തിന് കരപ്പെട്ട വിദ്യുത്വത്തെ കിട്ടുന്നില്ല എന്നുള്ളതിന് നമുക്കൊരു ക്ഷീണം കിട്ടും. എങ്ങനെയെങ്കിലും ശ്രമിക്കാൻ നമുക്ക് ഒരാളെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ചാനലുകൾ വാർത്തകളെ വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ സംവിധാനമില്ല. ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജനുവരി 11-ാം തീയതി നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായ ജില്ലയുടെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ജില്ലയുടെ സ്വന്തം ചാനലായ ഏകദേശം 5000-ത്തോളം വ്യൂവേഴ്സുള്ള കാസർഗോഡ് വിഷന്റെ 5 ലക്ഷത്തോളം വ്യൂവേഴ്സുള്ള കാസർഗോഡ് വിഷന്റെ ലോഗോ പുതുതായ ലോഗോവും പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ജില്ലയുടെ ശക്തമായിട്ടുള്ള കാസർഗോഡ് വിഷൻ ഏകദേശം 18 വർഷമായി ജില്ലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ചാനലാണ്. സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. നമ്മുടെ ഈ ജില്ലാ ചാനലുകളുടെ പ്രസക്തി ഈ സമയത്ത് അതിൻ്റെ ഒരു ഇതിലേക്ക് പോകേണ്ടതല്ല, വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും സംസ്ഥാന സർക്കാരിൻ്റെ PRB വകുപ്പ് ജില്ലാ ചാനലുകളെ കൂടി PRB ലിസ്റ്റ്, കേബിൾ ചാനലുകളെ കൂടി PRB ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ഉദ്യോഗസ്ഥരും വിദഗ്ധരടങ്ങുന്ന ഒരു തീരുമാനം വളരെ മുമ്പ് വന്നിരുന്നു. പക്ഷെ അതിൻ്റെ തീരുമാനം വന്നെങ്കിലും അതിൻ്റെ പ്രോസസ് അങ്ങനെ പെൻഡിങ്ങിലായിരുന്നു. കേരള വിഷൻ ഡയറക്ടർ M ലോഹിതാക്ഷൻ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കൂളിക്കര, സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കം, ജില്ലാ ട്രഷറർ വിനോദ് P എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് വിഷൻ ചെയർമാൻ K പ്രദീപ് കുമാർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ നന്ദിയും പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുൻപാകെയായിരുന്നു പരിപാടി. 1 ലക്ഷത്തിലധികം വീടുകളിലായി 5 ലക്ഷത്തോളം പ്രേക്ഷകരുള്ള കാസർഗോഡ് വിഷൻ ചാനലിനു വേണ്ടി പുതിയ ലോഗോ ക്ഷണിച്ചിരുന്നു. ലഭിച്ച നിരവധി ലോഗോകളിൽ നിന്നും കുമ്പളംപാറയിലെ ജാസ്റ്റോറി മീഡിയ ഉടമ മുഹമ്മദ് ജാസിർ തയ്യാറാക്കിയ ലോഗോയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ജനുവരി 11-ന് കാസർഗോഡ് വിഷൻ ടവറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് പുരസ്കാരം വിതരണം ചെയ്യും. കഴിഞ്ഞ 18 വർഷമായി കാസർഗോഡിന്റെ ജനമനസ്സിനെ കീഴടക്കിക്കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ ചാനലിന് സാധിച്ചിട്ടുണ്ട്. 3 നിലകളിലായി 7500 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സംവിധാനത്തോടെ സജ്ജീകരിച്ച ആസ്ഥാന മന്ദിരത്തിൽ നവീകരിച്ച സ്റ്റുഡിയോവിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കൂടുതൽ ജനകീയ പരിപാടികളുമായി ചാനലിന്റെ പ്രവർത്തനം രൂപത്തിലും ഭാവത്തിലും പ്രേക്ഷകർക്ക് പുതുവർഷ സമ്മാനമായി ലഭിച്ചു തുടങ്ങും.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.